സിപിഐയിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. ബിനോയ് വിശ്വത്തിനെതിരെ പടയൊരുക്കം വീണ്ടും ശക്തമാവുകയാണ്. പി രാജുവാണ് ഇപ്പോൾ പുതിയ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ പുതിയൊരു ഭിന്നതയ്ക്ക് തിരകൊളുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. KM ദിനകരനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ബിനോയ് വിശ്വത്തിന് എതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷം ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിനെ കുറിച്ച് വലിയ രീതിയിലുള്ള അങ്കലാപ്പുകളും ആശങ്കകളും എല്ലാം തന്നെ CPI ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ദിവാകരൻ അദ്ദേഹത്തിന്, അതായത് ഇതെല്ലാം തന്നെ CPIയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ടല്ല ബിനോയ് വിശ്വത്തിനെ സെക്രട്ടറി ആക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും തന്നെ ചെവിക്കൊള്ളാതെയാണ് ബിനോയ് വിശ്വം സെക്രട്ടറി ആകുന്നത്. കോട്ടയത്ത് വെച്ച് നടന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരുന്നു തീരുമാനമുണ്ടായിരുന്നത്. ബിനോയ് വിശ്വത്തിന് താൽക്കാലിക ചാർജെല്ലാം നൽകുന്ന ആ വാർത്തകൾക്കെല്ലാം അപ്പുറം തന്നെ CPIയിലെ വലിയ ഭിന്നതകളെല്ലാം തന്നെ അല്പം മങ്ങിയിരിക്കുന്ന സാഹചര്യമായിരുന്നു. എല്ലാ വിമർശനങ്ങളും ഒന്ന് കെട്ടടങ്ങിയ സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് വീണ്ടും പി രാജുവിന്റെ ഒരു വിമർശനം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്, വലിയ രീതിയിലുള്ള കോളിളക്കം CPIക്ക് അകത്ത് തന്നെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. പി രാജു പറയുന്നത് KM ദിനകരന് എതിരെയാണ്. KM ദിനകരൻ തന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് പി രാജുവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല CPIയുടെ നേതൃത്വത്തിനെതിരെ കൂടി പി രാജു മുന്നോട്ട് വരുന്നുണ്ട്. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പി രാജുവിന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനെതിരെ ജില്ലാ സെക്രട്ടറിയും MLAയുമായിരുന്ന പി രാജുവാണ് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് CPIയിൽ കടുത്ത വിഭാഗീയതാണെന്ന് രാജു തുറന്നടിക്കുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി KM ദിനകരന് തന്നോട് തീർത്താൽ തീരാത്ത പകയാണെന്നും ഒറ്റയ്ക്ക് കിട്ടിയാൽ തന്നെ തട്ടിക്കളയുമെന്ന പേടിയുമുണ്ടെന്നും രാജു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കള്ളക്കണക്കുണ്ടാക്കിയാണ് തനിക്കെതിരെ നടപടിയെടുത്തതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഓരോരുത്തരായി തിരഞ്ഞു പിടിച്ച് പുറത്താക്കുകയാണ് ജില്ലാ സെക്രട്ടറി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കെതിരായ അച്ചടക്ക നടപടി പക്ഷപാതമാണെന്നും പി രാജു കുറ്റപ്പെടുത്തുന്നുണ്ട്. തനിക്ക് പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെന്നും ഒരു രൂപ പോലും അലവൻസ് വാങ്ങാതെയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയതെന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. KM ദിനകരൻ സമ്പൂർണ്ണ പരാജയമാണ്. CPIക്ക് എറണാകുളത്ത് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നും രാജു ആരോപിക്കുന്നുണ്ട്. രാജുവിനെ പാർട്ടി ചുമതലകളിൽ നിന്നെല്ലാം ഒഴിവാക്കാനും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനും കഴിഞ്ഞ ദിവസമാണ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം ജില്ലാ കൗൺസിൽ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. തീരുമാനം അംഗീകരിക്കാനാണ് നിലവിലെ സാധ്യത എന്നും വാർത്തകൾ വരുന്നുണ്ട്. രാജു പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ച് 73 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് നിലവിലുള്ള ആരോപണം. സാമ്പത്തിക ആരോപണങ്ങൾക്ക് ഇടയിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പി രാജു ഇപ്പോൾ രംഗത്തെത്തിയത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ MT നിക്സനെ കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. 2022 നടന്ന ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വരവ് ചെലവ് കണക്ക് സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ജില്ലാ കൗൺസിൽ അംഗങ്ങളായ MM ജോർജ്, അഡ്വക്കേറ്റ് വിജയൻ, അഡ്വക്കേറ്റ് അയ്യൂബ് ഖാൻ എന്നിവർ അംഗങ്ങളായ സമിതി അന്വേഷണം നടത്തിയാണ് ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ രസീതില്ലാതെ പിരിക്കുകയും ഭീമമായ തുക വൗച്ചറില്ലാതെ ചെലവഴിക്കുകയും ചെയ്തു എന്നതായിരുന്നു ആ കണ്ടെത്തൽ. ഈ കാലയളവിൽ തന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജുവും ട്രഷറിയായിരുന്ന MT നിക്സനുമാണ് ഇതിന് പിന്നിലെന്നും അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കൃത്രിമ കണക്കുണ്ടാക്കി നടപടി സ്വീകരിക്കുകയാണെന്ന പി രാജുവിന്റെ പരാതിയിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ പ്രത്യേക ഓഡിറ്റിന് ചുമതലപ്പെടുത്തി വീണ്ടും പരിശോധന നടത്തി ക്രമക്കേട് സ്ഥിരീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെ അക്ഷരാർത്ഥത്തിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ബിനോയ് വിശ്വം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പി രാജുവിന്റെ ഈ ആരോപണത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണ് എന്ന് പറയുന്നതെല്ലാം തന്നെ പൊള്ളയാണ് എന്ന് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് അച്ചടക്ക മൂല്യങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നെല്ലാം തന്നെ ബിനോയ് വിശ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ആരെയും ഇല്ലാതാക്കാനല്ല അച്ചടക്ക നടപടി, തിരുത്തലിന് അവസരം നൽകുന്നതിനാണ്. ജീവന് ഭീഷണിയെന്ന രാജുവിന്റെ പരാമർശത്തിൽ കഴമ്പില്ല. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും അച്ചടക്കവും പ്രധാനമാണ്. നടപടി അംഗീകരിക്കുന്നവർക്ക് പാർട്ടിയിൽ തുടരാം. അതായത് പി രാജുവിന്റെ എല്ലാ ആരോപണങ്ങളും പ്രസ്താവനയെല്ലാം തന്നെ അപ്പാടെ വിമർശിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അപ്പാടെ തഴഞ്ഞുകൊണ്ടായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പോലും പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം ബിനോയ് വിശ്വം അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്ന വലിയ തരത്തിലുള്ള ഒരു കോളിളക്കും വലിയ തരത്തിലുള്ള ഭിന്നിപ്പും എല്ലാം തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പി രാജു നേതൃത്വത്തിന് എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തന്നെ ഇപ്പോൾ വീണ്ടും CPIക്ക് അകത്ത്
നേതൃത്വത്തെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെ നയിച്ചിരിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ പോലും പി രാജു വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം പോലും ഇപ്പോൾ ഇത്തരത്തിൽ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് കടക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും CPIയുടെ ഉള്ളിലുള്ള വലിയ തരത്തിലുള്ള ഭിന്നതകൾ തന്നെയാണ് ഇപ്പോൾ പി രാജുവിന്റെ ഈ പ്രസ്താവനയിലൂടെയും ആരോപണത്തിലൂടെയും മറനീക്കി പുറത്തു വരുന്നത്.